ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയ മാന്തൽ കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. തേങ്ങാപ്പാലും മല്ലിപ്പൊടിയും ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. എന്നാലും വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ചെറിയ മാന്തൽ എങ്ങനെയാണ് കറി വയ്ക്കണേന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് കറി വയ്ക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ മാന്തലാണ്. അപ്പോൾ മാന്തളിൻ്റെ തൊലി കളയുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, കുറച്ച് ഉള്ളി നേരിയതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി മീനിൻ്റെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീനിനൊപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മാന്തൽ ഇട്ട് കൊടുക്കാം. അപ്പം മീനെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. മീനെല്ലാം നല്ലതുപോലെ വെന്തു. പെട്ടെന്ന് തന്നെ വേവണ മീനാണ് മാന്തൽ. ഈ സമയം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിന് മേലെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
ഇൻഗ്രീഡിയൻസ് വളരെ കുറവും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു ഫിഷ് കറിയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.